ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് കോഡ് സെറ്റുകളായിട്ടാണ് കേട്ടോ. നല്ല അടിപൊളി റോമൻ സിൽക്കിൽ വരുന്ന കോഡ് സെറ്റുകളാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. അതിൻ്റെ സൈസ് വരുന്നത് എം മുതൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ അങ്ങനെ 4 സൈസിലാണ് കേട്ടോ വരുന്നത്. അതിൻ്റെ ഫസ്റ്റ് കളറാണ് ഞാൻ ഈ കാണിക്കുന്നത്. നല്ലൊരു അടിപൊളി പീക്കോക്ക് ഗ്രീനാണ് കേട്ടോ. ഇങ്ങനെ കോളർ നെക്കാണ് വരുന്നത്. കോളർ നെക്കിൽ നല്ലൊരു എംബ്രോയിഡറി വർക്കായിട്ടാണ് വരുന്നത്. പിന്നെ ഇതിങ്ങനെ സ്ലീവ്ലെസ് ആയിട്ട് ഉപയോഗിക്കേണ്ടവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ സ്ലീവ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ സ്ലീവ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നല്ല അടിപൊളി ക്ലോത്താണ്. പിന്നെ ഇതിന് ലൈനിങ് വരുന്നുണ്ട്. നല്ല ക്രേപ്പ് ലൈനിങ് ആണ് വരുന്നത്. പിന്നെ ഓവർലോക്ക് വരുന്നുണ്ട്, ഫുള്ളായിട്ട് ഓവർലോക്ക് വരുന്നുണ്ട്. പിന്നെ അത് മീഡിയം സൈസാണ് ഇനി കാണിക്കുന്നത്. ഈ ഐറ്റത്തിൽ ഈ സെറ്റിൽ ഏറ്റവും ചെറിയ സൈസാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. അതന്നെ അത്യാവശ്യം ലെങ്ത് ഒക്കെ വരുന്നുണ്ട്. ഒരു 15 വയസ്സൊക്കെ ആയ കുട്ടികൾക്കോ പ്രായമായവർക്കൊക്കെ പറ്റും. തടിയില്ലാത്തവർക്കാണ് ഈ മീഡിയം സൈസ് കറക്റ്റ് ആവുക. അതിൻ്റെ കയ്യാണ് ഇട്ടത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ പാൻറ്റാണിത്. പാൻറ്റിൽ ലൈനിങ് ഇല്ല കേട്ടോ. ഇങ്ങനെ ബാക്ക് ഭാഗത്ത് അലാസ്റ്റിക്കും ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ പിന്നെ വള്ളിയുണ്ട്. അങ്ങനത്തെ പാൻറ്റ് വരുന്നത് പീക്കോ ഗ്രീനാണ് ഞാനിപ്പോൾ കാണിച്ചത്. അതേപോലെ അതിൻ്റെ അടുത്ത കളറാണ് ഇട്ടത്. നല്ലൊരു മുന്തിരി കളറാണ് കേട്ടോ. ഭംഗിയുള്ള നല്ല ഡാർക്ക് കളറാണ്. ക്ലോത്തും തന്നെ എത്ര കാലം ഉപയോഗിച്ചാലും ഒരു കുഴപ്പം പറ്റൂല. അങ്ങനത്തെ ക്ലോത്താണ്. ഇതിന് കൈ ഇതിൻ്റെ പിന്നെ ഉള്ളിലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതാണ്. പിന്നെ സൈഡ് ഓപ്പൺ ഇല്ല കേട്ടോ. സൈഡ് ഓപ്പൺ ഇല്ലാതെയാണ് ഇത് വരുന്നത്. ഇതിൻ്റെ പാൻറ്റാണ് ഇട്ടത്. ഇതിൻ്റെ പാൻറ്റ്. പിന്നെ അതിൻ്റെ അടുത്ത കളർ വരുന്നത് നല്ലൊരു ബ്ലാക്ക് കളറാണ്. ഇതിൻ്റെ എക്സെല്ലും ഡബിൾ എക്സെല്ലും ഒക്കെ അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. നല്ല വലുപ്പത്തിലാണ് വരുന്നത്. മീഡിയമാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. മീഡിയം. ഇതിൻ്റെ ഫോട്ടോസും ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവും എത്ര തടിയുള്ളവർക്കാണ് പറ്റുകയെന്ന്. നേരിട്ട് വരുന്നത് ആവശ്യമുള്ളവരൊക്കെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക കേട്ടോ.